കാനഡയിൽ പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചു. കൊച്ചി തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ്റോയുമാണ് മരിച്ചത്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആര്യ, രണ്ട് ചെറു സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. 2 വിദ്യാർത്ഥി പൈലറ്റുകളാണ് മരിച്ചത്. മലയാളി അടക്കം മരിച്ചു എന്നതാണ് ഏറെ ദാരുണമായ ഒരു സംഭവം. ഒപ്പം തന്നെ ഇവർ 2 പേരും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. റൺവേക്ക് തൊട്ട് മാറിയാണ് ഈ ഇരു വിമാനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ വിമാന പരിശീലന ട്രെയിനിങ് സ്കൂൾ, ഇത് ഏകദേശം 50 വർഷത്തോളമായി ഈ ട്രെയിനിങ് സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 400-ലധികം പൈലറ്റുമാർ പരിശീലനം നേടിയ ഒരു സ്കൂളാണ്. ഈ കുട്ടികൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്, അതായത് ഈ റൺവേക്ക് തൊട്ടടുത്ത് തന്നെ ഇരുവരും ഒന്നിച്ചെത്തി എന്നതാണ് ഏറ്റവും ഈ അപകടം ഉണ്ടാവാൻ കാരണമായത്. അതിനിടെ പിന്നെ ഈ വിമാനം കത്തി പ്രദേശത്ത് വലിയ രീതിയിലുള്ള തീയും പുകയും ഉയർന്നത് കണ്ടാണ് ഈ വിമാന അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിമാനങ്ങൾക്കിടയിൽ നിന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതും. ചൊവ്വാഴ്ചയാണ് ഈ അപകടം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ചയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത് സംബന്ധിച്ച് അധികൃതർ ഒരു സ്ഥിരീകരണം നടത്തുന്നതും. ഈ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരാൾ കൊച്ചി സ്വദേശി, തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി മലയാളിയാണ്. ഒപ്പം തന്നെ കാനഡിയൻ സ്വദേശിയാണെന്ന് കരുതപ്പെടുന്നു. ഈ സഹപാഠി സാവനയുമാണ് മരണപ്പെട്ടത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സിംഗിൾ എഞ്ചിൻ വിമാനങ്ങളാണ് പരിശീലനത്തിന് മാത്രമായത്. അതായത് ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പരിശീലനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സിംഗിൾ എഞ്ചിൻ വിമാനങ്ങളാണ് സെസ്ന 152, ഒപ്പം തന്നെ സെസ്ന 172. ഈ 2 വിമാനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മാനിറ്റോബ, ഈ കാനഡയിലെ മാനിറ്റോബ പ്രവിശ്യക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഇത് സംബന്ധിച്ച സമയവും മറ്റു കാര്യങ്ങളൊക്കെ അധികൃതർ വ്യക്തമാക്കുന്നതേ ഉള്ളൂ. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആര്യ, വരും മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതേണ്ടത്. ഒപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിലുള്ള, അതായത് 20ഉം 23ഉം വയസ്സാണ് ഇവർക്ക് 2 പേർക്കും. ഈ പഠിക്കുന്നതിനിടെ, അതായത് ഈ കാനഡയിൽ ചെന്ന് ഈ വിമാന പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനിടെ സ്റ്റുഡൻറ് പൈലറ്റുമാരാണ് ഇരുവരും. അതാണ് ഏറെ ദാരുണമായ ഒരു സംഭവം. ഈ പരിശീലന പറക്കലിനിടെ ഈ അപകടം ഉണ്ടാകുന്നതും അതിന് മുമ്പ് തന്നെ, തൊട്ട് മുമ്പ് തന്നെ ഇരുവരും നേരത്തെ തന്നെ ഈ പറക്കൽ പരിശീലനം, ടേക്ക് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ പരിശീലിച്ചിരുന്നു. പക്ഷേ ഈ സമയം, അതായത് ഈ അപകടം ഉണ്ടാകുന്ന സമയം ഇരുവരും ഒരേ സമയത്ത് റൺവേയിൽ ഇറങ്ങാൻ ശ്രമിച്ചു എന്നതാണ് ഈ അപകടം അതിൻ്റെ വ്യാപ്തി കൂട്ടിയതും. ഒപ്പം തന്നെ റൺവേക്ക് പുറത്താണ് ഈ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് വീഴുന്നതും. അതൊക്കെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2 ചെറിയ സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുന്നു. മലയാളി ഉൾപ്പെടെ 2 വിദ്യാർത്ഥി പൈലറ്റുമാർ മരിച്ചു എന്നതാണ് വാർത്ത. ആര്യ, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാനഡയിലാണ് പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചത്. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ച മലയാളി. ഇനി ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.